ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 2012 വേദപാരംഗത എന്ന് വിളിച്ച വിശുദ്ധ ഹിൽഗാർഡിനെയാണ്. നമുക്കറിയാം, സ്വർഗത്തിലും ഒരു ഗ്രേഡ് ഉണ്ട്. അറിയാമോ എന്ന് എനിക്കറിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് അറിയില്ല. നമ്മുടെ വിചാരം ഇപ്പോൾ എല്ലാവരും മരിച്ചാൽ സ്വർഗത്തിൽ പോകണോ, എല്ലാവരും ഒരേ സ്ഥലത്ത് ഇരിക്കുക എന്നാണ് നമ്മുടെ മനസ്സിൽ. ഈ ചിന്തകൾ ഇച്ചിരി ഗ്രേഡ് കൂടിയ സൈസാണ്. എന്നാലും നമ്മൾ ചിന്തിക്കുമ്പോൾ ആരാണ് സ്വർഗത്തിൽ ആദ്യം കൂടിയ വില കൂടിയവർ എന്നൊക്കെ, അല്ലെങ്കിൽ ബഹുമാന്യതരെന്ന് ചോദിച്ചാൽ അത് വേദപാരംഗതരാണ് എന്ന് സഭാപഠനത്തിലുണ്ട്. ഗ്രേസ് കൂടിയവർ. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ ദൈവമായിട്ടുള്ള കണക്ഷനിൽ കുറേ ഡീപ്പായിട്ട് എപ്പോഴും എങ്ങനെ ഇരുന്നു. ദൈവം വലിയ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് സഭ തന്നെ അവരെ വേദപാരംഗത എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് വിശുദ്ധ ഹിൽഗാർഡിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം. വളരെ അത്ഭുതം സൃഷ്ടിക്കുന്നതാണ് ഈ വിശുദ്ധയുടെ ജീവിതം. റൈനിലാണ്, റോമിൽ ഈ വിശുദ്ധ ജനിച്ചത്. മാതാപിതാക്കൾ വളരെ സമ്പന്നരാണ്, അറിവുള്ളവരാണ്, എല്ലാ നിലയിലും മക്കളെ വളർത്തിയവരാണ്. 10 മക്കളാണ് പാരൻസിനുണ്ടായിരുന്നത്. 10 മക്കളുണ്ടെങ്കിലും അവർ തമ്മിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വളർത്തി വലുതാക്കുന്നതിന് പകരം ഈ മക്കളെ കാലാകാലങ്ങളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ കയ്യിലേൽപ്പിക്കും. അങ്ങനെ ഹിൽഗാർഡിനെ ഏൽപ്പിച്ചത് ജൂട്ട എന്നൊരു സന്യാസിനിയാണ്. അടുത്ത് തന്നെ അതൊരു ദേശാധിപതിയുടെ മകളാണ്. ഈ ജൂട്ട എന്ന് പറയുന്ന സന്യാസിനി ഒതുങ്ങി ഒരു സ്ഥലത്തൊരു ഏകാന്ത ജീവിതം നയിക്കുന്നതാണ്. എന്താ ഇവരുടെ അടുത്ത് ഇങ്ങനെ സമർപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ തരത്തിലുള്ള ആഴമായ ഒരു അറിവുണ്ടാകും. ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മതപഠനത്തിന്, മറ്റു ബാഹ്യമായ ഭൗതികമായ പഠനത്തിന് എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ജൂട്ട എന്ന സന്യാസിനിയുടെ അടുത്ത് കൊണ്ട് ആക്കിയത്. എന്തൊക്കെ പഠിപ്പിച്ചു ആ സന്യാസിനി? എല്ലാം പഠിപ്പിച്ചു. കാറ്റഗിസം പഠിപ്പിച്ചു, അക്ഷരങ്ങൾ പഠിപ്പിച്ചു, ഭാഷകൾ പഠിപ്പിച്ചു, വായിക്കാൻ പഠിപ്പിച്ചു, എഴുതാൻ പഠിപ്പിച്ചു, പാട്ടുകൾ പഠിപ്പിച്ചു. അങ്ങനെ എല്ലാ മേഖലകളും ആ സന്യാസിനി അധ്യാപികയായ തൻ്റെ കൂടെ നിന്ന് ആ ശ്രേഷ്ഠ പഠിപ്പിച്ചു. അപ്പോൾ ഈ സന്യാസിനിയുടെ കൂടെ ആയിരുന്നത് കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തനിക്കും തോന്നി, എന്നാൽ എനിക്കും ഒരു സന്യാസിനി ആയാലോ, ഇതുപോലെ തന്നെ നയിച്ചാലോ ഒരു ജീവിതം. അങ്ങനെ 15-ാം വയസ്സിൽ ഈ ജൂട്ട എന്ന സന്യാസിനിയുടെ കൂടെ ജീവിക്കാനായിട്ട് തുടങ്ങി. അവർ കുറച്ച് പേരുണ്ട് ഈ സന്യാസ വിഭാഗത്തിൽപ്പെട്ടവർ. ബെനഡിക്റ്റൈൻ സന്യാസ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചവരാണ് അവർ. അങ്ങനെ അവരുടെ വേഷഭൂഷാദികളൊക്കെ ഇട്ട് അവരുടെ കൂടെ ഒരു സന്യാസിനിയായിട്ട് 15-ാം വയസ്സിൽ ജീവിക്കാനായിട്ട് തുടങ്ങി. കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക, അതാണ് സന്തോഷം. കൂടുതൽ സമയം ഏകാന്തതയിലായിരുന്നു. ദൈവവുമായിട്ട് ഒത്തിരി സംസാരിച്ചു. ദൈവം ഒത്തിരി കാര്യങ്ങൾ ആ ദിവസങ്ങളിൽ, ആ സമയങ്ങളിൽ, ആ വർഷങ്ങളിലൊക്കെ ഇവൾക്ക് ഹിൽഗാർഡിന് വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ആരംഭം. അങ്ങനെ 17 വർഷം ആ ഭവനത്തിൽ ആ സന്യാസിമാരുടെ കൂടെ ഏകാന്തതയിൽ മറ്റാരും അറിയാതെ ജീവിച്ചു. അതായത് അധികം പുറമേക്കൊന്നും പറഞ്ഞൊന്നുമില്ല, തനിക്ക് കിട്ടിയതൊന്നും മറ്റുള്ളവർ വെളിപ്പെടുത്തിയില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആ സമയങ്ങളിൽ ജ്ഞാനം ലഭിച്ചുവെന്ന്. പക്ഷെ എന്ത് കിട്ടി, എന്തൊക്കെയാ വിഷയങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല, ആരോടും പങ്കുവച്ചുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജൂട്ട മരിച്ചു. ജൂട്ടയായിരുന്നു ആ സന്യാസ സമൂഹത്തിൻ്റെ അധിപ. ജൂട്ട മരിച്ചപ്പോൾ അടുത്തതായിട്ട് അധിപയായിട്ട് ഹിൽഗാർഡിനെ തിരഞ്ഞെടുക്കും എന്നുള്ള ഘട്ടത്തിലെത്തി. അപ്പം ഹിൽഗാർഡ് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ തനിക്ക് എഴുതാനുള്ള കഴിവ് ആ ദിവസങ്ങളിൽ കൂടുതൽ വർദ്ധിച്ചു. ഉത്തരവാദിത്വം വന്നതോടൊപ്പം തന്നെ ഇപ്പം ഹിൽഗാർഡിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ദൈവം എന്നോട് അരുളി ചെയ്തു, ഞാൻ നിത്യമായ പ്രകാശമാണ്, എന്നിൽ നിന്നാണ് ജ്ഞാനത്തിൻ്റെ എല്ലാ പ്രകാശങ്ങളും വരുന്നത്. അപ്പോൾ ഇങ്ങനെ അറിവുകൾ ഇങ്ങനെ മനസ്സിലേക്ക് തന്നെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ബോധജ്ഞാനം കിട്ടുന്നത് പോലെ ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടാണ്. കുറേ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പം ഹിൽഗാർഡ് പറഞ്ഞു, മതി വേണ്ട, അങ്ങനെ തടസ്സപ്പെടുത്താൻ തുടങ്ങി. വരുന്നത് മുഴുവൻ ഇങ്ങനെ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഹിൽഗാർഡ് പറഞ്ഞു, മതി ഈശോയെ, മതി മതി, എനിക്കിനി തരണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തടസ്സപ്പെടുത്തി. ഇപ്പം വീണ്ടും സ്വരം, ഞാൻ എനിക്കിഷ്ടപ്പെട്ടവർക്ക് ജ്ഞാനപ്രകാശം നൽകുന്നു, നീ അത് തടയരുത്, ജ്ഞാനം എന്നിൽ നിന്നാണ് വരുന്നത്. അപ്പം പിന്നെ നോ പറഞ്ഞില്ല. യെസ്, സോറി ജീസസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇരുന്ന് കൊടുത്തു. ഇങ്ങനെ ഇരിക്കണമല്ലോ. അപ്പം തന്നെ പറയുന്നത് ഏകദേശം കുറേ നാളുകൾ എടുക്കും ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതാൻ. വരുന്നു പെട്ടെന്ന് അങ്ങനെ എഴുതി തീരില്ല. ഇരുന്ന പോലെ അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് കണ്ടിന്യൂസ് ഇതിനകത്ത് തന്നെ ആയിരുന്നാലാണ് ആ വരുന്ന കാര്യങ്ങളെ ഗ്രഹിക്കാനും അത് അങ്ങനെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അപ്പം എന്നിട്ട് ആദ്യം ഇങ്ങനെ പറയുന്നുണ്ട് എന്തെല്ലാം വിഷയങ്ങളാണ് വന്നേ, ഏതൊക്കെ വന്നു. ദൈവരാജ്യം, നിത്യജീവൻ, സ്വർഗം, നരകം, അങ്ങനെ എല്ലാ വിഭാഗങ്ങളെക്കുറിച്ചും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അഭൗമികമായ സ്വർഗത്തിൻ്റെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ കിട്ടി. അതിങ്ങനെ ഓരോന്നിങ്ങനെ കിട്ടുമ്പം അത് എഴുതി വെച്ചിട്ട് ആദ്യം എല്ലാം ഒന്നും എഴുതി വെച്ചില്ല, കുറച്ചൊക്കെ എഴുതി വെച്ചു, കുറച്ചൊക്കെ ഇങ്ങനെ ഗ്രഹിച്ചു. അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഇങ്ങനെ കിട്ടും കുറേയൊക്കെ. അപ്പം വേഗം പോയി കുമ്പസാരക്കാരൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ തമ്പുരാൻ എന്നോട് ഇങ്ങനെ പറയാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ജ്ഞാനമായിട്ട് ഇങ്ങനെ എനിക്ക് ലഭിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ്. അച്ഛനൊരു കാര്യം ചെയ്യണം, ഇത് കുമ്പസാരക്കാരനോട് പറഞ്ഞു. അച്ഛൻ ആബട്ടച്ഛനെയും കൂടി പറ. അപ്പം ഇവരുടെ തന്നെ ബെനഡിക്റ്റൈൻ സന്യാസികളുടെ തന്നെ ആബട്ട് അപ്പുറത്തുണ്ട്. അച്ഛനൊരു കാര്യം ചെയ്യും, അച്ഛൻ ഇത് ആരോടാന്ന് വെച്ചാൽ ഇത് പങ്കുവയ്ക്കുക, എനിക്ക് കിട്ടിയത് ശരിയാണോ എങ്ങനെയാണെന്നൊന്ന് ചോദിച്ചറിയണം. എന്നിട്ട് ആബട്ടച്ഛനോടും കൂടെ പറയാനായിട്ടുള്ള അനുവാദം ഹിൽഗാർഡ് മറ്റേ ഈ കുമ്പസാരിപ്പിക്കുന്ന അച്ഛന് കൊടുത്തു. അപ്പോൾ ഈ അച്ഛന്മാർ തമ്മിൽ പറഞ്ഞു. അച്ഛൻ എന്നിട്ട് ഇവരുടെ തന്നെ ബിഷപ്പിനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ അധികാരികളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഏതൊക്കെയാണ് എഴുതി വെച്ച കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു. എന്നിട്ട് ഇത് ദൈവശാസ്ത്രജ്ഞന്മാർക്ക് കൊടുത്തു. അപ്പോൾ അവരിത് പഠിച്ചിട്ട് പറഞ്ഞു, ഇത് സത്യമായിട്ടും ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ്. അല്ലാതെ ഇപ്പോൾ ഒരു ജ്ഞാനം വരുമ്പോൾ നമുക്കറിയാം അറിവുകൾ എവിടുന്നാ വരുന്നത് നമുക്കറിയില്ല. നന്മയുടെ അരൂപിയുണ്ട്, തിന്മയുടെ അരൂപിയുണ്ട്. അതിനെ വിവേചിച്ചറിയണം. ഏതൊക്കെയാണ് നന്മയിൽ നിന്ന് വരുന്ന ജ്ഞാനം, അല്ലാത്തത് ഏതെന്ന് തിരിച്ചറിയണം. അപ്പം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് കൃത്യമായിട്ടും ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം തന്നെയാണെന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു. ആ ഇടയ്ക്ക് മാർപ്പാപ്പ ആ സ്ഥലം സന്ദർശിക്കാനായിട്ട് വന്നു. അപ്പം വേഗം ഈ അച്ഛന്മാരൊക്കെ കൂടെ മാർപ്പാപ്പേനെ കണ്ടു പറഞ്ഞു, മാർപ്പാപ്പേ ഇവിടെ ഹിൽഗാർഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉണ്ട്, ഇങ്ങനെ ദർശനങ്ങൾ ലഭിക്കുന്നു, ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെ ലഭിച്ച കാര്യങ്ങൾ, എഴുതിയ കാര്യങ്ങൾ ഇതൊക്കെയാണെന്നും പറഞ്ഞ് മാർപ്പാപ്പയോട് നേരിട്ട് പറഞ്ഞു. അപ്പം മാർപ്പാപ്പ വേഗം ഈ സിസ്റ്ററിനെ കണ്ടു, ഹിൽഗാർഡിനെ കണ്ടു, പുസ്തകങ്ങൾ വായിച്ചു, എഴുതിയ പുസ്തകങ്ങളെല്ലാം വായിച്ചു. അപ്പോൾ പറഞ്ഞു, മാർപ്പാപ്പയും അംഗീകരിച്ചു, ഇത് കറക്റ്റാണ്, ഇത് ദൈവത്തിൽ നിന്നാണ്, ഈ എഴുതിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി തുടർന്ന് പ്രസിദ്ധീകരിക്കണം. അങ്ങനെ പറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ നൽകി. ഈ വിശുദ്ധയ്ക്ക് അപ്പോൾ ഒരു പ്രചോദനം, തൻ്റെ സഭ ഇവിടെ നിന്ന് മാറ്റി, തൻ്റെ ഇപ്പോഴത്തെ കോൺവെൻറ്റ് ഇവിടെ നിന്ന് മാറ്റി കുറച്ച് സൗകര്യാർത്ഥം കുറച്ചും കൂടി ഒരു അല്പം അകലേക്ക് മാറ്റണം. ഇപ്പോൾ കോൺവെൻറ്റ് ആയിരിക്കുന്ന സ്ഥലത്ത് കോൺവെൻറ്റ് വീണ്ടും ആയിരുന്നാൽ കുറച്ച് അസൗകര്യങ്ങൾ വരും. അപ്പോൾ ആ അസൗകര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അകലേക്ക് ഈ കോൺവെൻറ്റ് മാറ്റണം എന്നൊരു പ്രചോദനം, ദൈവികമായിട്ടുള്ളൊരു സന്ദേശം കിട്ടി. അപ്പോൾ ഉടനെ ഈ ആബട്ടച്ഛനോട്, അടുത്തുള്ള ബെനഡിക്റ്റൈൻ സമൂഹത്തിൻ്റെ ആബട്ടച്ഛനോട് എല്ലാവരോടും പറഞ്ഞു, ഈശോനോട് പറയുന്നു ഇന്ന സ്ഥലത്തേക്ക് ആശ്രമം മാറ്റാനായിട്ട്. അങ്ങനെ മാറ്റാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര എതിർപ്പായി. കാരണം ഈ ആശ്രമം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ. ഒന്നാമത് ജൂട്ട എന്ന് പറയുന്ന സന്യാസിനെ മരിച്ചു പോയത് ഇവിടെ വെച്ചാൽ, ഇവരായിരുന്ന സമൂഹത്തിൽ വെച്ചാണ്. അപ്പം ആളുടെ കല്ലറ അവിടെയുണ്ട്, അതും ഒരു വിശുദ്ധിയായ വ്യക്തിയാണ്. മാത്രമല്ല ഹിൽഗാർഡിന് ഒത്തിരി ജ്ഞാനമുള്ളത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒത്തിരി പേര് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ സമൂഹത്തിൽ മുഴുവൻ അവിടെ എല്ലാം. അപ്പോൾ പെട്ടെന്ന് ഈ ഇവിടുന്ന് അങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞപ്പോൾ ആ ബെനഡിക്റ്റൈൻ മറ്റേ ആശ്രമത്തിലെ ആബട്ടിന് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരതിനെ എതിർത്തു. കുറേ പേര് പറഞ്ഞു, ഇത് ഈ ഹിൽഗാർഡ് സിസ്റ്ററിൻ്റെ അഹങ്കാരം കാരണമാണ് ഇവിടെ വിട്ടു പോണത്, അങ്ങനെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി. ഇവിടെ വിട്ട് പോകുന്നേ ഓരോ തോന്നലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കുറ്റപ്പെടുത്തി. ഇപ്പം വിഷമമായിപ്പോയി. രണ്ട് വിഷമമുണ്ട്. ഒന്ന്,
ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്നു, മനസ്സിലാക്കുന്നില്ല. അടുത്ത വിഷമം, ദൈവം എന്നോട് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞപ്പം ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. എല്ലാം കൂടി വിഷമം ഉള്ളിൽ കിടന്നിട്ടും ഒരു രോഗം പോലെയായി. ബെഡിൽ കിടപ്പായി എന്നാ പറയുന്നത്. അങ്ങനെ രോഗക്കിടക്കയിൽ കിടപ്പായപ്പം ഈ ആബട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പൊക്കൊള്ളുക എന്ന് പറഞ്ഞു, അങ്ങോട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആ സമയം പെട്ടെന്ന് കിടപ്പിലായിരുന്ന സിസ്റ്റർ എഴുന്നേറ്റു. അതുവരെ ഉണ്ടായിരുന്ന രോഗങ്ങളെല്ലാം പെട്ടെന്ന് മാറി. അത് പറഞ്ഞതുകൊണ്ട് മാറിയതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പോകാൻ റെഡി ആയപ്പോൾ ആ അസുഖം മാറി എന്നുള്ള അർത്ഥത്തിൽ അത് ആബട്ടിനും അങ്ങനെ മനസ്സിലായി. അപ്പോൾ ആബട്ട് പറഞ്ഞു, അങ്ങോട്ട് പൊക്കോ. അങ്ങനെ അവര് പുതിയ സ്ഥലത്ത് പോയി പുതിയ ആശ്രമം സ്ഥാപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴും ഒത്തിരി കാര്യങ്ങൾ എഴുതുകയാണ്. ആശ്രമത്തിൻ്റെ പണികൾ, മറ്റു പണികളെല്ലാം നടക്കുമ്പോഴും ഹിൽഗാർഡ് സിസ്റ്റർ എപ്പോഴും ഇരുന്ന്, വിശുദ്ധിയായ സിസ്റ്റർ ഇപ്പോഴും ഇരിക്കും, സ്വസ്ഥമായിട്ട് ഒത്തിരി സമയം ഇരിക്കും. എത്ര തിരക്കാണേലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കും. അപ്പം അന്ന് പറയണത്, ഒരു പ്രാവശ്യം ഇങ്ങനെ ഇരുന്നപ്പോൾ കിട്ടിയ കാര്യങ്ങൾ ഇതാണ്. സങ്കീർത്തനങ്ങളുടെ എല്ലാത്തിൻ്റെയും കമൻട്രീസ് തന്നെ, വ്യാഖ്യാനങ്ങൾ, പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ, പഴയ നിയമത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, സൃഷ്ടി, ദൈവവും മനുഷ്യവും തമ്മിലുള്ള ബന്ധങ്ങൾ, ഈശോ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, സഭ, യുഗാന്ത സഭ, അങ്ങനെ പ്രവചനങ്ങൾ, സഭയെക്കുറിച്ചുള്ള അന്ത്യകാല പ്രവചനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതിങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതുക. ഇങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയും മറ്റ് മെത്രാന്മാരും ആ കാര്യങ്ങൾ എഴുതുന്നതൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ബാക്കി വലിയ വിശിഷ്ട വ്യക്തികളെല്ലാം ഇങ്ങനെ ഇത് വായിക്കുന്നുണ്ട്, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർ കൺഗ്രാജുലേറ്റ് ചെയ്തിങ്ങനെ എഴുതുമ്പോഴും മറുപടി ആയിട്ട് അവർക്ക് കൊടുക്കുക, നിങ്ങൾ എനിക്ക് ഇത് അംഗീകാരം തന്നതിനും ഇതിനെല്ലാം വായിച്ചറിഞ്ഞത് എന്താണെന്നെല്ലാം പരിശോധിച്ചിട്ട് ശരിയാണെന്ന് അറിഞ്ഞതിനും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നന്ദിയുണ്ട് കേട്ടോ. ഇനി തമ്പുരാൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും ഇത് ഒക്കെ ചെയ്യാൻ പറഞ്ഞു, ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഹിൽഗാർഡിന് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അനവധിയാണ് കേട്ടോ. നമ്മളത് വായിക്കുമ്പം സെപ്പറേറ്റ് ഓരോ സഭയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ, അധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അധികാരികൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ, നേതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ, മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ, രാജാവ് ചെയ്യേണ്ട കാര്യങ്ങൾ, അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ജനങ്ങൾ ഓരോന്നും ചെയ്യേണ്ട കാര്യങ്ങൾ. ചിലപ്പോൾ ചിലരെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, ചില നേതാക്കന്മാരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ പോക്ക് ശരിയല്ല, ഇങ്ങനെ പോയാൽ നരകം നിങ്ങൾക്ക് ഉറപ്പ് എന്ന്. അങ്ങനെ നോക്കിയിട്ടൊക്കെ ഓരോ വ്യക്തിയോട് തമ്പുരാൻ്റെ അരുളപ്പാടിൽ ഇങ്ങനെ പറയാണ് ഹിൽഗാർഡ് വിശുദ്ധ. ചിലപ്പോൾ ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത, എന്തായി പറയണേ, പറയുമ്പോൾ ഒന്ന് മയപ്പെടുത്തി പറയണ്ടേ, അങ്ങനെയില്ല, എന്താണോ വരുന്നത് അങ്ങനെ തന്നെ ചിലപ്പോൾ മുഖത്ത് നോക്കിയിട്ട് എടുത്തടിച്ച പോലെ പറയാം. അപ്പം ചില വലിയ വ്യക്തികൾക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അസ്വസ്ഥതയായി. ചിലരൊക്കെ പറഞ്ഞു, ഇത് ആ സിസ്റ്ററിന് അത് ശരിയല്ല എന്നാ തോന്നണത്, ഇങ്ങനെ തോന്നിയത് ഇങ്ങനെ പറയാണ്. അപ്പം തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. അപ്പം വീണ്ടും തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നിട്ട്, തമ്പുരാനെ നീ ഏതാ പറയുന്നത്, അതിങ്ങനെ വിവേചിച്ചറിഞ്ഞ്, അപ്പം പറയണതെല്ലാം കറക്റ്റാണ്. എത്ര എതിർപ്പും ആരെതിർത്താലും തമ്പുരാൻ എന്ത് പറയുന്നുവോ അത് പറയുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഒന്നും പറയുന്നത് എൻ്റെ വാചകത്തിൽ നിന്നല്ല, എൻ്റെ മനസ്സിൽ നിന്നല്ല, എൻ്റെ തോന്നലിൽ നിന്നല്ല, എനിക്കൊന്നുമേ അറിയില്ല. ദൈവം എന്നോട് ഇത് പറയൂ എന്ന് പറയുന്നു, ഞാനത് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നെങ്കിൽ ക്ഷമിക്കണം. ഒരിക്കൽ ഒരു രാജ്യത്തിൻ്റെ ഒരു നേതാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, 2 കൊല്ലം കഴിയുമ്പോൾ ആ വ്യക്തി മരിക്കും. അത് ആളോട് നേരിട്ട് അങ്ങനെ സൂചിപ്പിച്ചില്ല. കറക്റ്റ് ആ വ്യക്തി അത്ര നാൾ കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അയാൾ മരിക്കാനുണ്ടായത്. ചുരുക്കത്തിൽ എന്താണോ പറയുന്നത് അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ള ഒരു അരുളപ്പാടായിട്ട് വരികയാണ്. അപ്പോൾ ഹിൽഗാർഡിന് ജ്ഞാനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കേട്ടല്ലോ, ദൈവം പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലരിലൂടെ പറയുമ്പോൾ അത് പങ്കുവെക്കുന്നു, അത് കേൾക്കുന്നു, വിലപ്പെട്ടവയായിട്ടത് രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പം അധികാരിയായിട്ടിരിക്കുമ്പോഴും
ധാരാളം ധാരാളം ആശ്രമങ്ങൾ ഇങ്ങനെ പണിതുകൊണ്ടിരുന്നു. അപ്പോഴും എഴുതൽ നിർത്തിയിട്ടില്ല. എഴുതലിൻ്റെ വിഷയങ്ങൾ പറഞ്ഞാൽ ഒരു അന്തമില്ലാത്ത പോലെ, അതായത് ആത്മീയ വിഷയം മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്. പഠിക്കാനും അറിയാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ മേഖലകൾ അറിഞ്ഞാൽ നമുക്കിങ്ങനെ അത്ഭുതം. അതായത് ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെയാ. പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവം. പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയിലും ദൈവമാണുള്ളത്. അതുകൊണ്ട് പ്രപഞ്ചത്തെ നോക്കിയിട്ട് ദൈവത്തെ ഇങ്ങനെ പ്രകീർത്തിക്കുകയാണ്. പ്രപഞ്ചത്തിൽ ദൈവത്തെ കാണുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഓരോ രഹസ്യങ്ങളും ചുരുളഴിയുമ്പോഴും അതിൽ നിന്ന് വരുന്നത് ദൈവത്തിൻ്റെ അഗാധമായ ജ്ഞാനമാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഒരെണ്ണം കണ്ടുപിടിച്ചു, അത് ശാസ്ത്രജ്ഞൻ്റെ മിടുക്കാണ്. അല്ല, പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം ദൈവം കാലാകാലങ്ങളിൽ പ്രകൃതിയിലെ ഓരോ അറിവിനെയും ഇങ്ങനെ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരും വന്ന് ദൈവം കൊടുത്ത ബുദ്ധി അനുസരിച്ച് ഇങ്ങനെ പഠിച്ചും അറിഞ്ഞും കണ്ടെത്തുമ്പോഴാണ് അത് വെളിപ്പെടുത്തി കിട്ടുക. ഞാനിപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഹിൽ ഗാർഡന് കിട്ടുന്നത് അത് ജ്ഞാനമാണ്. അതായത് അത് പ്രത്യേകിച്ച് അങ്ങനെ പരിശ്രമിച്ച് കണ്ടെത്താതെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ വെളിപ്പെടുന്നത്. നമ്മൾ വിദ്യയിൽ അഭ്യസിക്കുന്നത് എന്താ? വിദ്യയിൽ അഭ്യസിക്കുന്നത് അഥവാ പഠിക്കുന്നത് സ്കൂളുകളിലും കോളേജിലും മറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്നത് എന്താ? ദൈവം വെച്ചിട്ടുള്ള വലിയ കാര്യങ്ങളെ ദൈവം തന്നിട്ടുള്ള ബുദ്ധി കൊണ്ട് ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടെത്താനുള്ളൊരു ശ്രമമാണ്. അപ്പം എന്തൊക്കെ എവിടെയൊക്കെ ആരൊക്കെ പഠിച്ചാലും ഈ ലോകത്തിൽ ദൈവം പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് മുഴുവൻ ദൈവത്തിൻ്റെ വലിയ ജ്ഞാനമാണ്. എന്തൊരു രസമല്ലേ പ്രപഞ്ചത്തെ നോക്കി ദൈവത്തെ സ്തുതിക്കാനായിട്ട്, അല്ലേ? യൂണിവേഴ്സിനെ നോക്കിയിട്ട്, ആകാശത്തെ നോക്കിയിട്ട്, നക്ഷത്രങ്ങളെ നോക്കിയിട്ട്, ഓരോ കാര്യങ്ങളെ നോക്കിയിട്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് എന്ത് രസമാണ്. ആ കാര്യങ്ങളാണ് ഈ ഹിൽ ഗാർഡിൻ്റെ ഓരോ എഴുത്തുകളിലൂടെയും പറയുന്നത്. ഹിൽ ഗാർഡ് എഴുതാത്ത മേഖലകളില്ല. മെഡിസിൻ, നാച്ചുറൽ സയൻസ്, ഹിസ്റ്ററി, മ്യൂസിക്സ്, പാട്ടുകൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു 77 പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. ഒരു പാട്ട് എടുത്തു. ആ പാട്ട് എടുത്തിട്ട് ഞാൻ വെറുതെ ഒന്ന് നോക്കി അത് ഏതാ വരികളെന്ന്. ആ വരികൾ എടുത്തിട്ട് അത് യൂട്യൂബിൽ എത്രമാത്രം അത് മുന്നോട്ട് പോയി നോക്കിയപ്പോൾ ഒരു ഒറ്റ പാട്ടിന് തന്നെ 780K അത്രയും വ്യൂവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടിൻ്റെ മനോഹാരിത കൊണ്ടാണ് ആ വേർഡ്സിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ചുരുക്കത്തിൽ: ദൈവമേ, ഈ ഓരോ സൃഷ്ടിയിലും നിൻ്റെ മഹത്വമാണ്, ഞാനത് കാണുന്നു, എനിക്കത് നീ വെളിപ്പെടുത്തി തരണമേ എന്ന് പറയുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ആ ഒറ്റപ്പാട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലെ ഇഷ്ടം പോലെ കാര്യങ്ങൾ. ഇനി വിഷയങ്ങൾ നോക്കി. ഇപ്പോൾ സ്റ്റോൺ, ഒരു കല്ലിനെ കുറിച്ച് എഴുതുന്നുണ്ട്. കല്ലിനെ കുറിച്ച് എഴുതിയിട്ട് പറയാണ് ഈ കല്ല് എവിടെ നിന്നാണ് വന്നത്? അത് പണ്ടേ വസ്തുക്കൾ അല്ലെങ്കിൽ ജീവനുള്ളവ ഫോസിലുകളായിട്ടാണ്. അത് അങ്ങനെ ജീവനുള്ളവ അത് ചത്തടിഞ്ഞ് കുറേ നാളങ്ങനെ ആയി അത് ഫോസിലുകളായി. അപ്പോൾ ഈ കല്ല് നോക്കിയപ്പോൾ ഈ കല്ലിൽ നോക്കിയിട്ട് പറയാണ് ഈ കല്ല് എവിടെ നിന്നാണ് വന്നത്? ഈ കല്ലിൽ ഏതെല്ലാം ജീവികളുടെ ജീവൻ ഉൾക്കൊണ്ടിട്ടുണ്ട്? അങ്ങനെ പോകുന്നു. ഇനി ബോട്ടണി എടുത്താൽ ആ ബോട്ടണിയെക്കുറിച്ച്, ഇനി ഒരു ട്രീകളെ കുറിച്ച് എടുത്താൽ ഏതെല്ലാം തരം ട്രീ, ഇതൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ ഹിൽ ഗാർഡന് കിട്ടുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ വെളിപ്പെട്ട് വരികയാണ്. അതിന് പറയാണ് 3000 തരം മെഡിസിൻസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, 3000 തുടങ്ങി പ്ലാന്റ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ഇത് വായിച്ചപ്പോൾ വണ്ടടിച്ചു പോയി. ഈ അരമണിക്കൂർ കൊണ്ടോ ഏതാനും മിനിറ്റുകൾ കൊണ്ടോ പറയാൻ പറ്റിയ അറിവിൻ്റെ ആഴമല്ല ഇതിനുള്ളത്. അങ്ങനെ എല്ലാ തരത്തിലും ഹിൽ ഗാർഡിന് ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കാൻ കാരണം എന്താണ്? അങ്ങനെ ഇരുന്നു കൊടുത്തു തമ്പുരാൻ്റെ അടുത്ത്. തമ്പുരാനേ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു ആദ്യ കാലങ്ങളിൽ 10-17 കൊല്ലം ഇങ്ങനെ ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഏകാന്തതയിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ജ്ഞാനത്തിനു വേണ്ടി ദാഹിക്കുകയായിരുന്നു. അപ്പോൾ ഹിൽ ഗാർഡന് കിട്ടിയ ജ്ഞാനം ഏതൊക്കെയാണ്? എല്ലാ ജ്ഞാനവും ലഭിച്ചു. ഭൗതിക ജ്ഞാനം, ആ ഭൗതിക ജ്ഞാനത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ ജ്ഞാനം. നമുക്കറിയാം ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു, ആകാശം ഭൂമി സൃഷ്ടിച്ചു. അല്ലെങ്കിൽ സമുദ്രത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം അതിനകത്ത് അലയടിച്ചു. അപ്പം പരിശുദ്ധാത്മാവാണ് പ്രപഞ്ചത്തിൽ മുഴുവൻ. അപ്പം ഈ ഹിൽ ഗാർഡ് പഠിച്ച എല്ലാ വിഷയത്തിലും കാണുന്നത് അതാണ്. എല്ലാത്തിൻ്റെയും
ആദി കാരണവും അന്ത്യകാരണവും ഒക്കെ ദൈവമാണ്, ദൈവത്തിൻ്റെ ചൈതന്യമാണ്. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് പല വിഷയങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും ഈ മേഖലകളിനെ എടുത്ത് പഠിക്കണം. അപ്പം ഇപ്പം ഞാനീ പറഞ്ഞ വിഷയത്തിലെല്ലാം പെട്ടിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് ഒരു വിഷയമേ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി ഒരു വിഷയമാണ്, പഠനം കൂടുന്തോറും ഒരു വിഷയത്തിൻ്റെ ഡീറ്റെയിലാണ് പഠിക്കുന്നത്. ദൈവം എല്ലാ വിഷയങ്ങളുടെയും ഒത്തിരി കാര്യങ്ങൾ ഹിൽഗാർഡിന് വെളിപ്പെടുത്തി കൊടുത്തു. 2012 വേദപാരംഗതയായിട്ട് ഹിൽഗാർഡിനെ പ്രഖ്യാപിച്ചുവെന്ന് നമ്മൾ അറിഞ്ഞു. ഇത് നമ്മൾ അറിയുമ്പോൾ ഈ മേഖലകളിൽ കൂടി എല്ലാം പോകാനായിട്ടുള്ളൊരു സാഹചര്യം കൂടി ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുകയാണ്. ഹിൽഗാർഡിൻ്റെ ജീവിതം മുഴുവൻ പഠിച്ചാൽ ഇങ്ങനെയാണ് ഈ ജീവിതത്തിൻ്റെ ഒഴുക്ക്. ഒത്തിരി വിഷയങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ ക്രൈസിസ് വരുന്നുണ്ട്. ഇരുന്ന് പഠിക്കുമ്പോഴും ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവരുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്രൈസിസ് വന്നു. എല്ലാവരും പറഞ്ഞു അതായത് അവരുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രൈസിസ് വന്നു. ക്രൈസിസ് ഇങ്ങനെയാണ്: ഒരു പാപിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചു. അപ്പോൾ അത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആശ്രമത്തിൻ്റെ സ്ഥലത്ത് അവരെ അടക്കി എന്ന് പറഞ്ഞു. അപ്പോൾ കേസ് വന്നു. അപ്പോൾ പറഞ്ഞു, അല്ല, ഈ വ്യക്തി മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് ദൈവത്തിലായിട്ടാണ് മരിച്ചത്. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഈ വ്യക്തിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം ഇത്രയും നെഗറ്റീവായിട്ട് ആരും എടുക്കേണ്ട കാര്യമില്ല. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് വീണ്ടും ഹിൽഗാർഡ് ഇങ്ങനെ പറഞ്ഞു. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അവസാനം എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്തു. സാരമില്ല, ഇവരെ അംഗീകരിച്ചു. ഇവരുടെ നന്മ പ്രവൃത്തിയെ നന്മയായിട്ട് തന്നെ അംഗീകരിച്ചു. അപ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ഹിൽഗാർഡ് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴും ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കുന്നതിൽ ദൈവം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ഹിൽഗാർഡിനെ വിളിച്ചത്, തൻ്റെ ജ്ഞാനം കൊടുക്കുവാൻ. ആ ജ്ഞാനം സ്വീകരിക്കുന്നതിലും ആ ജ്ഞാനം എഴുതുന്നതിലും എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. ചിലപ്പോൾ പറയാറുണ്ട്, ഹിൽഗാർഡ് ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ 10 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് എഴുതിയപ്പോഴാണ് ആ കിട്ടിയ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞത് എന്ന്. എഴുതിയാലും പഠിച്ചാലും തീരാത്തത്ര ജ്ഞാനം. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അനന്തജ്ഞാനമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, നിന്റെ ജ്ഞാനം തരണമേ. നിന്റെ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ ഈ ലോകത്തിലെ അല്പജ്ഞാനം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ദൈവം സൃഷ്ടിച്ച ഈ ജ്ഞാനം, അത് ഈ ലോകത്തിലെ നമ്മൾ വിചാരിക്കുന്ന ലോകത്തിൻ്റെ ജ്ഞാനം ഞാൻ സമ്പാദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന ഈ ആർജിച്ചെടുക്കുന്ന ജ്ഞാനം ഒന്നുമല്ല എന്നും ഇതിൻ്റെ എല്ലാം ഉടയവൻ ദൈവമാണെന്നും അറിഞ്ഞുകൊണ്ട്, യഥാർത്ഥ ജ്ഞാനം ദൈവഭക്തിയിൽ അധിഷ്ഠിതമാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് ഈ ഹിൽഗാർഡിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹിൽഗാർഡ് തൻ്റെ ജീവിതകാലം മുഴുവൻ ഇതുപോലെ എഴുതിയും വായിച്ചും മുന്നോട്ട് പോയി. അവസാനം മനസ്സിലായി തൻ്റെ ദൗത്യമെല്ലാം തീരാറായി, തൻ്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിക്കാനുള്ള സമയമായി എന്ന്. അങ്ങനെ 1179 സെപ്റ്റംബർ 17 തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. ശാന്തമായി മരിക്കുകയാണ്. വിശുദ്ധയായ ഹിൽഗാർഡ് മരിച്ചപ്പോൾ സമൂഹാംഗങ്ങൾ പറയുകയാണ്, ഉടനെ വലിയൊരു പ്രകാശം സ്വർഗത്തിൽ നിന്ന് ഈ മുറിയിലേക്ക് വന്നുവെന്ന്. ഹിൽഗാർഡിൻ്റെ പഠനങ്ങളെയെല്ലാം സ്വീകരിച്ചുകൊണ്ട് എഴുതിക്കൊണ്ട് സഭ തന്നെ അതിന് അംഗീകാരം നൽകി. ഒത്തിരിയേറെ ബുക്കുകൾ ഇതിനെ ബേസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമ്പർ നമുക്ക് പറയാൻ പറ്റാത്ത വിധം അത്ര, അതായത് 77 അങ്ങനെ കുറേ നമ്പറുകളുണ്ട്. ഇത്രയധികം ബുക്ക്, ഇത്ര കവിതകൾ, ഇത്ര പാട്ടുകൾ, അങ്ങനെ ഒത്തിരി എഴുതിയിട്ടുണ്ട്. സഭയ്ക്ക്, തിരുസഭയ്ക്ക്, ജനത്തിന്, ദൈവജനത്തിന് നൽകിയ വലിയ പ്രബോധനങ്ങളെയെല്ലാം അംഗീകരിച്ചുകൊണ്ട് 2012 ഹിൽഗാർഡിനെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. ആ വർഷം തന്നെ, അതായത് 2012 തന്നെ വേദപാരംഗതയായിട്ടും വിശുദ്ധ ഹിൽഗാർഡിനെ പ്രഖ്യാപിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതായത് എല്ലാവർക്കും ജ്ഞാനം എന്നത് ബുദ്ധിയുടെ മാത്രമല്ല, ആത്മാവിൻ്റെ ജ്ഞാനമാണ്. അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ദൈവത്തിൻ്റെ വലിയ വിലയേറിയ ജ്ഞാനം നമുക്ക് വേണം. എല്ലാം ജ്ഞാനമാണ്. എളിമ, സ്നേഹം, സത്യസന്ധത, അത് പ്രകൃതിയുടെ ജ്ഞാനം,
ബുദ്ധിയുടെ ജ്ഞാനം, ബുദ്ധി, അറിവ്, എല്ലാം ഈ ഒരു ജ്ഞാനത്തിൻ്റെ പ്രകാശം ദൈവത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് ഇരുന്നു കൊടുക്കാൻ, ദൈവമേ നിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, ലോകത്തിലെ എല്ലാവർക്കും നൽകണേ, നീ തന്നെ വെളിപ്പെടുത്തണേ, നീ വെളിപ്പെടുത്തിയാലേ ഞങ്ങൾക്ക് ലഭിക്കൂ എന്ന് നമുക്ക് ദൈവത്തോട് സദാ പ്രാർത്ഥിക്കാം. വിശുദ്ധയായ വേദപാരംഗതയായ ഹിൽഗാഡ് തൻ്റെ സ്വർഗത്തിലിരുന്ന് തൻ്റെ വലിയ മധ്യസ്ഥം നമുക്കെല്ലാവർക്കും വേണ്ടി നൽകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ ഗ്രേസ്, ആ ഗ്രേസിലൊരു ഒരു വ്യത്യാസം ഉണ്ടെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ആ ഗ്രേസിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു വലിയ ഗ്രേസ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനായിട്ട് വിശുദ്ധ ഹിൽഗാഡ് നമുക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാ സ്വർഗീയ സമ്മാനങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.